ഹലോ ഗൈസ്, ആൻ എക്സ്പ്ലോറിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വൺ പീസിൽ ഇന്നേ വരെ റിവീൽ ചെയ്യാത്ത 15 മിസ്റ്റീരിയസ് കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാകുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആനിമേ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളിലേക്ക് ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്പർ 1 ആണ്, എന്താണ് ഈ വൺ പീസ് ട്രഷർ? അതായത് നമ്മുടെ വൺ പീസിൽ ഇന്നേ വരെ റിവീൽ ചെയ്യാത്ത ഒരു മിസ്റ്റീരിയസ് കാര്യങ്ങളിൽ ഒന്നാണ് ഈ വൺ പീസ് എന്ന ട്രഷർ. 25 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഗോൾഡി റോജർ എന്ന് പറഞ്ഞ പൈലറ്റും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ക്രൂവും ഡിസ്കവർ ചെയ്തൊരു ട്രഷറാണ് വൺ പീസ് എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ട്രഷർ കണ്ടെത്തുന്ന ആളായിരിക്കും നമ്മുടെ വൺ പീസിൽ കിങ് ഓഫ് ദ പൈലറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഒരു കിങ് ഓഫ് ദ പൈലറ്റ് ഇപ്പോൾ നമ്മുടെ വൺ പീസിലുള്ളത് നമ്മുടെ ഗോൾഡി റോജർ ആണ്. പിന്നീട് ഈ ഒരു വൺ പീസ് കണ്ടെത്തിയതിനു ശേഷം അദ്ദേഹം എക്സിക്യൂട്ട് ചെയ്യപ്പെടാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു വൺ പീസ് എന്ന ട്രഷർ എവിടെയാണുള്ള കാര്യം മാത്രമേ നമ്മുടെ റോജർ പറഞ്ഞിട്ടുള്ളൂ. അതായത് ലാഫ്റ്റൈലിലാണ് ഈ ഒരു ട്രഷർ ഉള്ളത്. അതുപോലെ തന്നെ എന്താണ് ഈ ഒരു ട്രഷർ എന്നുള്ള കാര്യം നമ്മുടെ വൺ പീസിൽ ഇതുവരെ റിവീൽ ചെയ്യാത്തതുകൊണ്ട് ഈ വൺ പീസ് എന്ന ട്രഷർ മിസ്റ്റീരിയസ് ആയ കാര്യമാണ്. അതുപോലെ തന്നെ നമ്പർ 2 ആണ്, നമ്മുടെ വേൾഡ് ഗവൺമെൻറ് കംപ്ലീറ്റ്ലി ഇറേസ് ചെയ്തുള്ള കാര്യങ്ങൾ. അതായത് 800 വർഷങ്ങൾക്ക് മുമ്പുള്ള ഹിസ്റ്ററി നമ്മുടെ വേൾഡ് ഗവൺമെൻറ് എന്തിനാണ് ഇറേസ് ചെയ്തെന്ന കാര്യം. നമ്മുടെ വേൾഡ് ഗവൺമെൻറ് അധികാരത്തിൽ വന്നത് ആ ഒരു കാലഘട്ടത്തിലായിരുന്നു. അവർ ചെയ്ത വലിയ അക്രമങ്ങളും അതുപോലെ തന്നെ പഴയ ഒരു വലിയ രാജ്യമായ ആൻഷ്യൻ്റ് കിങ്ഡം എന്ന രാജ്യത്തെ നശിപ്പിച്ച രഹസ്യങ്ങളൊക്കെ പുറത്തു വരാതിരിക്കാനാണ് അവർ അത് ഇറേസ് ചെയ്ത് കണ്ടത്. പക്ഷേ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ പോണിഗ്ലിപ്സിൽ അവൈലബിൾ ആണ്. നമ്മുടെ പോണിഗ്ലിപ്സ് വായിക്കാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ നിക്കോ റോബിനാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മുടെ നിക്കോ റോബിനെ, അതായത് വേൾഡ് ഗവൺമെൻറ് കൊല്ലാൻ തന്നെ ശ്രമിച്ചിരുന്നത്. പക്ഷേ നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിൻ്റെ ട്രൂ ഹിസ്റ്ററി നമ്മുടെ നിക്കോ റോബിൻ അറിയുകയാണെങ്കിൽ നമ്മുടെ വൺ പീസ് വേൾഡ് തന്നെ ഫുള്ളി കൊളാപ്സ് ആവുന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു ട്രൂ ഹിസ്റ്ററി അറിയാൻ കാത്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നമ്പർ 3 എന്ന് പറയുന്നത് വിൽ ഓഫ് ഡി. അതായത് നമ്മുടെ വൺ പീസിലെ പല പല ക്യാരക്ടേഴ്സിൻ്റെയും പേരിന് കൂടെ ഒരു ഇനീഷ്യലായി ഡി എന്നുള്ളൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിളായിട്ട് പറയാനാണെങ്കിൽ നമ്മുടെ മങ്കി ഡി ലൂഫി, അതുപോലെ തന്നെ നമ്മുടെ മങ്കി ഡി ഗാർപ്പ്, മങ്കി ഡി ഡ്രാഗൺ, ഗോൾഡി റോജർ, ഈ പറയുന്ന ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ ഇനീഷ്യലിന് ഒരു ഡി എന്നുള്ളൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ വിൽ ഓഫ് ഡി, അതുപോലെ തന്നെ എന്താണ് ഈ ഡി എന്നുള്ളൊരു അക്ഷരത്തിൻ്റെ ഫുൾ ഫോം എന്നുള്ള കാര്യം നമ്മുടെ വൺ പീസിൽ ഇതുവരെ റിവീൽ ചെയ്യാത്തതുകൊണ്ട് ഈ ഒരു സംഭവം വളരെയധികം മിസ്റ്റീരിയസ് ആയ കാര്യങ്ങളിലൊന്നാണ് ഈ വിൽ ഓഫ് ഡി എന്ന് പറയുന്നത്. നമ്പർ 4 ആണ് ഇമു എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ. ഈ ഒരു ക്യാരക്ടറാണ് നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിൻ്റെ റിയൽ റൂളർ. ഈ ഒരു ക്യാരക്ടറിൻ്റെ ഫേസോ പവറോ കാര്യങ്ങളൊന്നും നമ്മുടെ വൺ പീസിൽ ഇന്നേവരെ റിവീൽ ചെയ്തിട്ടില്ല. ഷേഡോ ആയിട്ടായിരുന്നു നമുക്ക് ഈ ഒരു ക്യാരക്ടറെ കാണിച്ചു തന്നിട്ടുള്ളത്. നമുക്കറിയാം ഷേഡോ കാണിച്ചു തരുന്ന ആൾക്കാരൊക്കെ, അതായത് എക്സാമ്പിളായിട്ട് പറയാനാണെങ്കിൽ നമ്മുടെ കൈതോ അതുപോലെ തന്നെ നമ്മുടെ ലോക്കി, ഇവർ രണ്ടുപേരെയും ആദ്യം നമുക്കൊരു ഷേഡോ ആയിട്ടായിരുന്നു കാണിച്ചു തന്നിരുന്നത്. പിന്നെ അവരുടെ റിയൽ ഫേസ് കാണിച്ച സമയത്ത് നമ്മൾ കണ്ടതാണ് വളരെയധികം ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇമൂസമ്മയുടെ ഫേസ് കാണാൻ കാത്തിരിക്കുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു ക്യാരക്ടർ നമ്മുടെ ഡി ക്ലൈം മെമ്പേഴ്സിനെ വളരെയധികം ഭയപ്പെടുന്നുണ്ട്. കാരണം ഡി എന്നുള്ള ഈ കാര്യത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നാച്ചുറൽ എനിമി ഓഫ് ഗോഡ്സ് എന്നാണ്. അതുപോലെ തന്നെ നമ്പർ 5 ആണ്, ഏൻഷ്യൻ്റ് വെപ്പണായ യുറാനസ് എന്ത് ടൈപ്പ് വെപ്പണാണെന്നുള്ള കാര്യത്തിൽ ഇന്നേ വരെ ഒരു ക്ലൂ നമുക്ക് കിട്ടിയില്ല. പക്ഷെ നമ്മുടെ ഫാൻ തിയറീസിലൊക്കെ പറയുന്നത് ലുലൂസിയ എന്ന് പറഞ്ഞ കിങ്ഡം ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടത് യുറാനസ് കൊണ്ടാണെന്നാണ്. അതായത് നമ്മുടെ ഇമൂസം, അതായത് വേൾഡ് ഗവൺമെൻറ് ഒക്കെ നമ്മുടെ ലുലൂസിയ എന്ന് പറഞ്ഞൊരു കിങ്ഡം ഡിസ്ട്രോയ് ചെയ്തിരുന്നു. അത് യുറാനസ് കൊണ്ടാണ് ഡിസ്ട്രോയ് ചെയ്തതെന്നൊക്കെ ഫാൻ തിയറീസിലൊക്കെ പറയുന്നുണ്ട്. അത് എത്രമാത്രം സത്യമാണെന്ന് അറിയില്ല. അതുകൊണ്ട് നമ്മുടെ ഏൻഷ്യൻ്റ് വെപ്പണായ യുറാനസ് എന്ത് ടൈപ്പ് വെപ്പണാന്നുള്ള കാര്യം ഇന്നേ വരെ റിവീൽ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നമ്പർ 6 ആണ് ലാഫ്റ്റൈൽ. അതായത് നമ്മുടെ വേൾഡിലെ ലാസ്റ്റ് ഐലൻഡ് എന്നാണ് ലാഫ്റ്റൈലിന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ റോജറും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ക്രൂവും വൺ പീസ് എന്ന ട്രഷർ കണ്ടെത്തിയ ഇടമാണ് ലാഫ്റ്റൈൽ. നമ്മുടെ ഗ്രാൻഡ് ലൈനിന് അവസാനം വരുന്ന ഈ ഒരു ഐലൻഡിന് ലാഫ്റ്റൈൽ എന്ന് പേര് വന്നത് നമ്മുടെ റോജർ അവിടെ എത്തി നമ്മുടെ ട്രൂ ഹിസ്റ്ററി അറിയുകയും അതുപോലെ തന്നെ നമ്മുടെ വൺ പീസൊക്കെ ട്രഷറൊക്കെ കണ്ടതിന് ശേഷമാണ് അവിടെ ഇരുന്ന് ചിരിച്ചത്. ആ ഒരു ചിരി കാരണമാണ് ആ ഐലൻഡിന് ലാഫ്റ്റൈൽ എന്ന പേര് വന്നത്. നമ്പർ 7 ആണ് ദ റോഡ് പോണിഗ്ലിപ്സ്. അതായത് 4ാമത്തെ റോഡ് പോണിഗ്ലിപ്സ് എവിടെയാണുള്ളത് എന്നുള്ള കാര്യം നമ്മുടെ വൺ പീസിൽ ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. ആ ഒരു പോണിഗ്ലിപ്സ് കണ്ടെത്തിയാൽ മാത്രമേ നമ്മുടെ ലൂഫിക്ക് ലാഫ്റ്റൈലേക്ക് എത്തിച്ചേരാൻ കഴിയുകയും അവിടെ നിന്ന് നമ്മുടെ ലൂഫി വൺ പീസ് എന്ന ട്രഷർ കണ്ടെത്താൻ പറ്റുകയും ചെയ്യുള്ളൂ. അത് എവിടെയാണെന്നുള്ള കാര്യം ഇപ്പോൾ ഒരു മിസ്റ്റീരിയസ് ആണ്. ആ ഒരു കാരണം കൊണ്ട് ആ 4ാമത്തെ പോണിഗ്ലിപ്സ് എവിടെയാണെന്നുള്ള കാര്യം ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നമ്പർ 8 ആണ് നമ്മുടെ ബ്ലാക്ക് ബേർഡിൻ്റെ ബോഡി എന്ന് പറയുന്നത്. ആദ്യമായി നമ്മുടെ വൺ പീസിൽ 2 ഡെവിൾ ഫ്രൂട്ട് കഴിക്കുകയും അതുപോലെ തന്നെ ആ 2 ഡെവിൾ ഫ്രൂട്ടിൻ്റെ പവർ യൂസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ബ്ലാക്ക് ബേർഡ്. ഈ ഒരു ക്യാരക്ടറിൻ്റെ ബോഡി വളരെയധികം സ്ട്രേഞ്ച് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് ഈ ഡെവിൾ ഫ്രൂട്ട് കഴിച്ചിട്ട് ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത് എന്നുള്ള കാര്യം വളരെയധികം മിസ്റ്റീരിയസ് ആണ്. കാരണം നമ്മുടെ വൺ പീസിൽ 2 ഡെവിൾ ഫ്രൂട്ട് കഴിക്കുന്ന എല്ലാ ആൾക്കാരും മരിക്കും എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ നമ്മുടെ ബ്ലാക്ക് ബേർഡ് മാത്രമാണ് 2 ഡെവിൾ ഫ്രൂട്ട് കഴിച്ചിട്ട് ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. ആ ഒരു കാരണം കൊണ്ട് ഈ ഒരു ക്യാരക്ടറാണ് നമ്മുടെ വൺ പീസിൽ തന്നെ ഏറ്റവും വലിയൊരു മിസ്റ്റീരിയസ് ആയ ഒരു ക്യാരക്ടർ.
നമ്പർ 9 ആണ് എവിടെ നിന്നാണ് ഈ ഒരു ഡെവിൾ ഫ്രൂട്ട്സ് ഉണ്ടാകുന്നുള്ള കാര്യമാണ്. അതായത് നമ്മുടെ വൺ പീസിൽ ഡെവിൾ ഫ്രൂട്ട് കഴിക്കുന്ന ആൾക്കാർക്ക് സൂപ്പർ ഹ്യൂമൻ പവർ കിട്ടുമെന്നാണ് പറയുന്നത്. ഡെവിൾ ഫ്രൂട്ടിൽ തന്നെ 3 ടൈപ്പ് ഡെവിൾ ഫ്രൂട്ടാണ് ഉണ്ടാകുന്നത്. ഒന്ന് പാരമേഷ്യ ടൈപ്പ്, 2 സോൺ ടൈപ്പ്, 3 ലോകിയ ടൈപ്പ്. പാരമേഷ്യ ടൈപ്പിൻ്റെ ഡെവിൾ ഫ്രൂട്ടിൻ്റെ പവർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എക്സാമ്പിളായിട്ട് പറയാനാണെങ്കിൽ നമ്മുടെ ലൂഫിയുടെ ഡെവിൾ ഫ്രൂട്ടിൻ്റെ എബിലിറ്റി എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ബോഡി അവന് ഫുള്ളി റബ്ബറാക്കി മാറ്റാൻ പറ്റുന്ന ഒരു എബിലിറ്റിയാണ് ആ ഒരു ഡെവിൾ ഫ്രൂട്ട് നൽകുന്നത്. അതുപോലെ തന്നെ അത് അവൻ വൈക്കം ചെയ്ത സമയത്ത് അവൻ നിൽക്കുന്ന സർഫസ് അടക്കം അവനത് റബ്ബറാക്കി മാറ്റാൻ പറ്റുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. എക്സാമ്പിളായിട്ട് വേറൊരു ക്യാരക്ടറെ പറയാനാണെങ്കിൽ നമ്മുടെ ബഗ്ഗിയെ നമ്മുടെ മറൈൻ ഫോർഡിൽ വെച്ചിട്ട് നമ്മൾ മിഹോക്ക് പല പീസായിട്ട് മുറിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അവനൊരു ഡാമേജ് ഉണ്ടായിട്ടില്ല. കാരണം നമ്മുടെ ബഗ്ഗിയുടെ ഡെവലപ്മെൻറ്റ് എബിലിറ്റി എന്ന് പറയുന്നത് അവൻ്റെ ബോഡി അവന് എത്ര പീസാക്കി മുറിക്കാൻ പറ്റുമെന്നുള്ളൊരു എബിലിറ്റിയാണ് നമ്മുടെ ബഗ്ഗിക്ക് കിട്ടിയിരിക്കുന്നത്. ഫ്യൂച്ചറിൽ നമ്മുടെ ബഗ്ഗി അവൻ്റെ ഡെവിൾ ഫ്രൂട്ട് അവൈക്കൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വൺ പീസ് വേൾഡ് തന്നെ അവന് 2-3 പീസായി മുറിക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ ഫാൻ തിയറീസിലൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ള കാര്യം നിങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ രണ്ടാമത്തെ ടൈപ്പാണ് സോൺ ടൈപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഹ്യൂമണിന് ആനിമൽസ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന ഒരു എബിലിറ്റിയാണ് ഈ ഒരു ഡെവിൾ ഫ്രൂട്ട് നൽകുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ ടൈപ്പ് നമ്മുടെ ലോഗിയ ടൈപ്പാണ്. അതായത് പവർ ഓഫ് കൺട്രോൾ നാച്ചുറൽ ആയിട്ടുള്ളൊരു പവറാണ് നമ്മുടെ ഈ ഒരു ലോഗിയ ടൈപ്പ് ഡെവിൾ ഫ്രൂട്ടിന് കിട്ടുന്നത്. എക്സാമ്പിളായിട്ട് പറയാനാണെങ്കിൽ നമ്മുടെ എയ്സ്, അതുപോലെ തന്നെ എയ്സിൻ്റെ ഡെവിൾ ഫ്രൂട്ടിൻ്റെ പവർ എന്ന് പറയുന്നത് ഫയറാണ്. അതുപോലെ തന്നെ നമ്മുടെ എനിൽ, അതായത് ലൈറ്റ്നിങ് ആണ് നമ്മുടെ എനിലിൻ്റെ ഡെവിൾ ഫ്രൂട്ടിൻ്റെ പവർ എന്ന് പറയുന്നത്. ഈ ഒരു 3 ടൈപ്പ് ഡെവിൾ ഫ്രൂട്ട്സ് ആണ് നമ്മുടെ വൺ പീസിൽ ഇപ്പോൾ ഉള്ളത്. ഈ ഒരു ഡെവിൾ ഫ്രൂട്ട് എവിടെ നിന്നാണ് ഉണ്ടാകുന്ന കാര്യമാണ് നമ്മുടെ വൺ പീസിൽ ഇപ്പോഴും മിസ്റ്റീരിയസ് ആയിരിക്കുന്നത്. നമ്പർ 10 ആണ് നമ്മുടെ ലൂഫിക്കും റോജറിനും മൊമോണോസ്കിക്കും അതുപോലെ തന്നെ നമ്മുടെ ഒഡൻസമ എന്ന് പറയുന്ന ക്യാരക്ടേഴ്സിനും നമ്മുടെ സീക്നിങ്സ് അതുപോലെ തന്നെ സുനീഷ എന്ന് പറയുന്ന എലിഫൻറ്റ് പറയുന്നതൊക്കെ കേൾക്കാൻ പറ്റുക കാര്യം. അതായത് നമ്മുടെ മൊമോണോസ്കിയോടാണ് നമ്മുടെ ജോയ് ബോയ് റിട്ടേൺ വന്നത് എന്നുള്ള കാര്യം നമ്മുടെ സുനീഷ പറയുന്നത്. ഈ ഒരു ക്യാരക്ടേഴ്സിന് മാത്രം എങ്ങനെയാണ് ഇവർ പറയുന്നത് കേൾക്കുന്നത് എന്നുള്ള കാര്യം വളരെയധികം മിസ്റ്റീരിയസ് ആണ്. എന്താണ് ഈ ഒരു പവറിൻ്റെ ഒറിജിൻ എന്നുള്ള കാര്യം ഇപ്പോൾ റിവീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യം വളരെയധികം മിസ്റ്റീരിയസ് ആണ്. അതുപോലെ തന്നെ നമ്പർ 11 ആണ് ജോയ് ബോയ് എന്ന് പറയുന്ന ക്യാരക്ടർ. ഈ ഒരു ക്യാരക്ടറിൻ്റെ ഫേസോ പവറോ കാര്യങ്ങളൊന്നും നമ്മുടെ വൺ പീസിൽ ഇന്നേ വരെ റിവീൽ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു ക്യാരക്ടറാണ് നമ്മുടെ 800 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ലെജൻഡറി പേഴ്സൺ എന്ന് പറയുന്നത്. 800 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ വേൾഡ് ഗവൺമെൻറ് ആയിട്ടുള്ള ഫൈറ്റിൽ ഡിഫീറ്റ് ആയ ഒരു ക്യാരക്ടറാണ് ജോയ് ബോയ്. അതുപോലെ തന്നെ നമ്മുടെ ജോയ് ബോയുടെ ഡെവിൾ ഫ്രൂട്ടായ ഹിറ്റോനോമി മോഡൽ നീക്ക എന്ന് പറയുന്ന ഡെവിൾ ഫ്രൂട്ട് ഇപ്പോൾ കൺസ്യൂം ചെയ്തിട്ടുള്ളത് നമ്മുടെ മങ്കിയുടെ ലൂഫിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ജോയ് ബോയുടെ പ്രോമിസൊക്കെ ഫുൾഫിൽ ചെയ്യാൻ പോകുന്ന ഒരു ക്യാരക്ടറും കൂടിയാണ് മങ്കിയുടെ ലൂഫി എന്ന് പറയുന്നത്. നമ്പർ 12 ആണ് നമ്മുടെ ലൂഫിയുടെ യഥാർത്ഥ ഡ്രീം എന്താണെന്നുള്ള കാര്യം. അതായത് നമ്മുടെ ലൂഫിയുടെ യഥാർത്ഥ ഡ്രീം നമ്മുടെ പൈററ്റ് കിങ് ആവണമെന്ന് മാത്രമല്ല, നമ്മുടെ സ്ട്രോ ഹാറ്റ്സിനോട് ആ ഒരു കാര്യം പറഞ്ഞ സമയത്ത് നമ്മുടെ സ്ട്രോ ഹാറ്റ്സിലുള്ള മെമ്പേഴ്സ് ചില ആൾക്കാർ ഷോക്ക് ആകുന്നതും അതുപോലെ തന്നെ ചില ആൾക്കാർ അതൊരു സീരിയസ് ആയി എടുക്കുന്നതും ചില ആൾക്കാർ അതൊരു ഫണ്ണി ആയ രൂപത്തിൽ എടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ് നമ്മുടെ ലൂഫിയുടെ ഡ്രീം എന്നുള്ള കാര്യം ഇപ്പോഴും വളരെയധികം മിസ്റ്റീരിയസ് ആയ കാര്യങ്ങളിലൊന്നാണ്. ഇന്നേ വരെ നമ്മുടെ വൺ പീസിൽ റിവീൽ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നമ്പർ 13 ആണ് നമ്മുടെ ഡ്രാഗൻ്റെ ഡെവിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ലൂഫിയുടെ ഫാദറായ മങ്കിയുടെ ഡ്രാഗൻ്റെ ഡെവിൾ ഫ്രൂട്ട് ഏതാണ്, അതുപോലെ തന്നെ അതിൻ്റെ ഡെവിൾ ഫ്രൂട്ട് യൂസർ ആണോ അതോ എല്ലിൻ്റെ ഡെവിൾ ഫ്രൂട്ട് യൂസർ ആണെങ്കിൽ ഏതൊരു ടൈപ്പ് ഡെവിൾ ഫ്രൂട്ട് പവർ ആയിരിക്കും, അതുപോലെ തന്നെ ഏതൊരു ടൈപ്പ് ഡെവിൾ ഫ്രൂട്ട് ആയിരിക്കും എന്നുള്ള കാര്യം ഇപ്പോൾ നമ്മുടെ വൺ പീസിൽ റിവീൽ ചെയ്യാത്തൊരു മിസ്റ്റീരിയസ് കാര്യങ്ങളിലൊന്നാണ്. അതുപോലെ തന്നെ നമ്പർ 14 ആണ് നമ്മുടെ ലൂഫിയുടെ അമ്മ ആരാണെന്നുള്ള കാര്യം നമ്മുടെ വൺ പീസിൽ ഇന്നേ വരെ റിവീൽ ചെയ്തിട്ടില്ല. നമ്മുടെ ഫാൻ തിയറീസിലൊക്കെ പറയുന്നത് നമ്മുടെ ക്രോക്കോഡൈലാണ് നമ്മുടെ ലൂഫിയുടെ അമ്മ എന്നുള്ള കാര്യമാണ്. അതായത് മറൈൻ ഫോർഡിൽ ആർക്കിൽ വെച്ചിട്ട് നമ്മുടെ ഡ്രാഗൻ്റെ മകനാണ് ലൂഫി എന്ന് അറിഞ്ഞതിന് ശേഷം നമ്മുടെ ക്രോക്കോഡൈൽ നമ്മുടെ ലൂഫിയെ പലവട്ടം സംരക്ഷിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എയ്സിനെ വധിക്കാൻ നോക്കുക, അത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയം വരെ നമ്മുടെ ലൂഫിക്ക് വേണ്ടി നമ്മുടെ എയ്സിനെ രക്ഷിക്കുന്നത് വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു കാരണം കൊണ്ടാണ് ഫാൻ തിയറീസിലൊക്കെ പറയുന്നത് നമ്മുടെ ലൂഫിയുടെ മദറാണ് നമ്മുടെ ക്രോക്കോഡൈൽ എന്നുള്ള കാര്യം. അതുപോലെ തന്നെ മറ്റൊരു തിയറിയിൽ പറയുന്നത് ടോറിറ്റോമ എന്ന് പറയുന്ന ക്യാരക്ടർ, അതായത് നമ്മുടെ കൂജോ പൈററ്റ്സിലെ ഒരു മെമ്പറായ ടോറിറ്റോമ എന്ന് പറയുന്ന ക്യാരക്ടറാണ് നമ്മുടെ ലൂഫിയുടെ അമ്മ എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ ഫാൻ തിയറീസിലൊക്കെ പറയുന്നുണ്ട്. ഇത് എത്രമാത്രം സത്യമാണെന്നറിയില്ല. നിങ്ങൾക്ക് തോന്നുന്ന ആരാണെന്നുള്ള കാര്യവും നിങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതുപോലെ തന്നെ നമ്പർ 15 ആണ് നമ്മുടെ 800 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഡേവിഡ് ജോൺ എന്ന് പറയുന്ന ക്യാരക്ടർ. ഈ ഒരു ക്യാരക്ടർ നമ്മുടെ ജോയ് ബോയുടെ കാലഘട്ടങ്ങളിൽ ജീവിച്ച ഒരു ക്യാരക്ടറാണ്. അതുപോലെ തന്നെ ഈ ഒരു ക്യാരക്ടറിൻ്റെ ഫേസോ കാര്യങ്ങളോ അതായത് ഫേസോ പവറോ കാര്യങ്ങളൊന്നും ഇന്നേ വരെ നമ്മുടെ വൺ പീസിൽ റിവീൽ ചെയ്തിട്ടില്ല. ഈ ഒരു ക്യാരക്ടർ ഡീക്ലൈം മെമ്പർ ആണെന്നുള്ള കാര്യം കൺഫേം ആണ്. അതുപോലെ തന്നെ നമ്മുടെ റോക്സ്ട്രീ സെബേക്ക് ഡേവി ഫാമിലിയുടെ ഒരു മെമ്പർ ആണെന്ന കാര്യത്തിൽ കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആനിമേ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളിലേക്ക് ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചുകൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറം ഹൈപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം വന്നിട്ടുണ്ട്. ആ ഹൈപ്പും ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.